ബട്ടർഫ്ലൈസ്. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം, എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കഥ ലിയോ ടോൾസ്റ്റോയിയുടെ ദ ബേർഡ് എന്ന കഥയാണ്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. സിരോഷയുടെ പിറന്നാളായിരുന്നു അന്ന്. എത്രയെത്ര സമ്മാനങ്ങളാണ് അവൻ അന്ന് കിട്ടിയതെന്നോ. പമ്പരങ്ങൾ, കളിക്കുതിരകൾ, രസികൻ ചിത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ. എന്നാൽ അക്കൂട്ടത്തിൽ സിരോഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മാവൻ നൽകിയ സമ്മാനം. അതെന്താണെന്നോ? പക്ഷികളെ പിടിക്കാനുള്ള ഒരു കെണിയായിരുന്നു അത്. കെണിയിലെ പലകയുടെ മുകളിൽ കുറച്ച് ധാന്യം വിതറി മുറ്റത്ത് വെച്ചാൽ ഏതെങ്കിലും ഒരു പക്ഷി പറന്നു വന്ന് അതിലിരിക്കും. പലക ഇളകുന്നതോടെ ടപ്പ് എന്നൊരു ശബ്ദത്തോടെ മുകളിലുള്ള വല പക്ഷിയുടെ മേൽ വന്ന് മൂടും. സിരോഷയ്ക്ക് ആ സമ്മാനം വളരെയധികം ഇഷ്ടപ്പെട്ടു. അവനത് അമ്മയെ കാണിക്കാനായി വീടിനകത്തേക്ക് ഓടി. ഇത് അത്ര നല്ല കളിപ്പാട്ടമൊന്നുമല്ല കേട്ടോ. അമ്മ അവനെ തിരുത്താൻ നോക്കി. നീ ഈ പക്ഷികളെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യാൻ പോവുകയാ? അവയെ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടൂടെ? ഞാൻ പക്ഷികളെ കൂട്ടിലിടാൻ പോവുകയാ, സിരോഷ പറഞ്ഞു. അവ പാട്ടുപാടും, നല്ല രസമായിരിക്കും അത് കേൾക്കാൻ. ഞാനവയ്ക്ക് നല്ല തീറ്റയും കൊടുക്കും. സിരോഷ കുറെ ധാന്യങ്ങൾ വാരി പലകമേൽ വിതറി തോട്ടത്തിൽ കെണിയൊരുക്കി വെച്ചു. പക്ഷി വന്ന് പലകയുടെ മുകളിൽ ഇരിക്കുന്നതും കാത്ത് കുറേ നേരം അവൻ അവിടെ തന്നെ നിന്നു. പക്ഷെ ഒരു പക്ഷി പോലും സിരോഷയെ പേടിച്ച് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അങ്ങനെ കുറേ നിന്നും അടുത്ത സിരോഷ വിശന്നു തുടങ്ങിയതോടെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയി. കെണി അവിടെ തന്നെ വെച്ചിട്ടാണ് അവൻ പോയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ പിന്നെയും വന്ന് നോക്കി. അപ്പോഴതാ കെണി അടഞ്ഞിരിക്കുന്നു. അതിനുള്ളിൽ ഒരു ചെറിയ പക്ഷി ചിറകിട്ടടിക്കുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സിരോഷ പക്ഷിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മേ നോക്കൂ, ഞാനൊരു പക്ഷിയെ പിടിച്ചു, അവൻ അലറി വിളിച്ചു. ഇതൊരു രാപ്പാടിയാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തൊരു ഊക്കിലാ അതിന്റെ ഹൃദയം മിടിക്കുന്നതെന്ന് നോക്ക്. ഇത് വേറെ ഏതോ പക്ഷിയാണ്, അമ്മ പറഞ്ഞു. അതിനെ വേദനിപ്പിക്കാതെ നോക്കണം. എന്റെ പൊന്നു മോനെ, നീ അതിനെ വെറുതെ വിടുന്നതാണ് നല്ലത്. ഇല്ലില്ല, അവൻ വാശി പിടിച്ചു. തൽക്കാലം ഞാനിതിന് കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും എടുത്തിട്ട് വരാം. സിരോഷ ആ പക്ഷിയെ ഒരു കൂട്ടിലിട്ടു. അതിന് വെള്ളവും തീറ്റയും കൊടുത്തു. കൂട് വൃത്തിയാക്കുകയും ചെയ്തു. 2 ദിവസം അവൻ ഇത് തുടർന്നു. പക്ഷേ 3-ാമത്തെ ദിവസം അവൻ ആ പക്ഷിയുടെ കാര്യം തന്നെ മറന്നു. അതിന്റെ വെള്ളം മാറ്റിക്കൊടുത്തതുമില്ല. ഇത് ശ്രദ്ധിച്ച അമ്മ പറഞ്ഞു, കണ്ടോ ഇപ്പോഴെങ്ങനെയുണ്ട്? നീ പക്ഷിയുടെ കാര്യമേ മറന്നു. അമ്മ അവനെ കുറ്റപ്പെടുത്തി. സിരോഷ ഒന്നും മിണ്ടാതെ കൂട്ടിനുള്ളിൽ കൈയിട്ട് കൂട് വൃത്തിയാക്കാൻ തുടങ്ങി. പേടിച്ചു വിരണ്ട പക്ഷി കൂടിന്റെ അഴികളിൽ പിടിച്ചിരുന്ന് വിറച്ചു. കൂട് വൃത്തിയാക്കി കഴിഞ്ഞ് സിരോഷ വെള്ളമെടുക്കാൻ പോയി. എന്നാൽ അവൻ കൂടിന്റെ വാതിലടയ്ക്കാതെയാണ് പോയതെന്ന് അമ്മ കണ്ടു. അവരവനെ വിളിച്ചു പറഞ്ഞു, സിരോഷ കൂടടയ്ക്ക്, അല്ലെങ്കിൽ ആ പക്ഷി പുറത്തിറങ്ങി എന്തെങ്കിലും അപകടം വരുത്തി വയ്ക്കും. അവർ പറഞ്ഞു കഴിയുന്നതിന് മുൻപ് തന്നെ പക്ഷി കൂടിന്റെ വാതിലിൽ കൂടി പുറത്തു കടന്നു. സന്തോഷത്തോടെ കുഞ്ഞു ചിറകുകൾ വിടർത്തി മുറിക്കുള്ളിലൂടെ അത് വട്ടമടിച്ചു. ജനാല കണ്ടതും പുറത്തേക്ക് പോകാനുള്ള വഴിയാണെന്ന് കരുതി പക്ഷി ആ ഭാഗത്തേക്ക് പറന്നു. എന്നാൽ ജനാലച്ചില്ലിൽ തട്ടി അത് താഴെ വീണു. ഓടി വന്ന സിരോഷ താഴെ വീണ് കിടക്കുന്ന പക്ഷിയെയാണ് കണ്ടത്. അവൻ അതിനെ എടുത്ത് വീണ്ടും കൂട്ടിൽ വെച്ചു. പക്ഷിക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. പക്ഷേ ചിറകുകൾ ഇരുവശത്തേക്കും പരത്തി നെഞ്ച് നിലത്ത് ചേർത്ത് വളരെ പ്രയാസപ്പെട്ട് ശ്വാസം വലിച്ചുകൊണ്ടാണ് അത് കിടന്നത്. പക്ഷിയെ നോക്കിയിരിക്കെ സിരോഷയ്ക്ക് കരച്ചിൽ വന്നു. അമ്മേ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ അമ്മയോട് ചോദിച്ചു. ഇനി നിനക്കൊന്നും ചെയ്യാനില്ല മോനെ, അമ്മ പറഞ്ഞു. അന്ന് മുഴുവൻ അവൻ ആ കൂടിനരികെ തന്നെ നിന്നു. മറ്റൊന്നും ചെയ്യാതെ പക്ഷിയെ തന്നെ നോക്കിയിരുന്നു. പക്ഷി കൂടിന്റെ മൂലയിൽ കമിഴ്ന്നു കിടന്ന് വളരെ പ്രയാസപ്പെട്ട് ശ്വാസം വലിച്ചുകൊണ്ടിരുന്നു. അവൻ ഉറങ്ങാൻ പോയപ്പോഴും അതിന് ജീവനുണ്ടായിരുന്നു. സിരോഷയ്ക്ക് കുറെ നേരത്തേക്ക് ഉറക്കം വന്നില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്ന പക്ഷിയുടെ രൂപം അവന്റെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. രാവിലെ എണീറ്റതും അവൻ കൂടിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. തണുത്തു വിറങ്ങലിച്ച് കാലുകൾ ദേഹത്തോട് ചേർത്ത് വെച്ച് പക്ഷി മലർന്നു കിടക്കുന്നതാണ് അവൻ കണ്ടത്. അതിനുശേഷം പിന്നീട് ഒരിക്കലും സിരോഷ പക്ഷികളെ കെണിവെച്ച് പിടിച്ചിട്ടില്ല.
കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? നമ്മൾ ഒരു ജീവികളെയും ഉപദ്രവിക്കാൻ പാടില്ല അല്ലേ? അത് നമുക്ക് പിന്നീട് വളരെയധികം സങ്കടമുണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും എടുത്തുവെച്ച പുതിയ കഥയുമായി കാണാം. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.